സന്തോഷവും സങ്കടവും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കുറച്ച് അലന്ന ഇമോഷൻസ് ആയിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫ്. ഇപ്പം ഞാനീ പോകുന്നത് ജോലിക്കൊന്നുമല്ല, അവിടെ റെസിഗ്നേഷൻ ലെറ്റർ ഇടാൻ വേണ്ടിയിട്ടാണ്. വിഷമം എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഉണ്ടായിരുന്ന ജോലിയും കൂട്ടുകാരെയും വീടും ഒക്കെ വിട്ടിട്ട് എനിക്കിവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ ടൈമായി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ പോകാണ്ടിരുന്നൂടെയെന്ന്. പക്ഷേ ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുന്നത്. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം നിൽക്കാൻ പോകുന്നത് എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ്. ഈ യാത്ര പറച്ചിൽ എനിക്ക് എപ്പോഴും കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. എത്രയൊക്കെ കരയരുതെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ചിരുന്നാലും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ കണ്ണ് നിറഞ്ഞു പോകും. ഇവിടെ വന്നതിന് ശേഷം ഇനിയൊരു പാക്കിംഗ് ഉണ്ടെങ്കിൽ അത് നാട്ടിലോട്ടേക്കുള്ള വെക്കേഷൻ ആവണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തോ ഇതുവരെ അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അല്ല, ഇപ്പം ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓക്കെ, കാനഡയിൽ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. അവിടെ വാൻകൂവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പം ഞാൻ ഈ താൽക്കാലികമായിട്ട് പോകുന്നത്. ഇനി അവിടെ താൽക്കാലികമാവോ സ്ഥിരമാവോ എന്നൊക്കെ അവിടുത്തെ ഒരു ഇരിപ്പ് വശം നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഫൈനലി എയർപോർട്ടിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ശരിക്കും ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. എനിക്കിവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്ലീഷയായി പോവല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അധികം ഞാൻ നോട്ടീസ് ചെയ്യാത്ത ചെറിയ ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ ഡെയിലി ലൈഫിൻ്റെ റുട്ടീനായി മാറിയ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ വർക്ക് പ്ലേസ്, എൻ്റെ കോളേജ്, റൂം, പിന്നെ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന ചില സ്ഥലങ്ങൾ, ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പോയല്ലോ. ഇനി പഴയ പോലെ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എവിടെയോ ചെറിയൊരു വിഷമം.